അഴീക്കോടൻ രാഘവൻ രക്തസാക്ഷിയായിട്ട് 53 വർഷം തികയുകയാണ്. എത്ര വേഗമെന്നാണ് നൂറ്റാണ്ട് കടന്നുപോയതല്ലേ. അഴീക്കോടൻ്റെ കൊലപാതകത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന കോൺഗ്രസിനും അതിനോടൊപ്പം തന്നെ രാജ്യം ഭരിക്കുന്ന വർഗീയ രാഷ്ട്രീയത്തോടുമുള്ള സന്ധിയില്ലാത്ത പോരാട്ടത്തിന് പ്രചോദനമാണ് ആ ധീരസ്മരണകൾ. അടിസ്ഥാന വർഗത്തിനു വേണ്ടി നിലകൊണ്ട ജീവിതമായിരുന്നു സഖാവ് അഴീക്കോടൻ രാഘവന്റേത്. ബീഡിത്തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് പൊതുപ്രവർത്തനം ആരംഭിച്ച അദ്ദേഹം 1940-ലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വമെടുക്കുന്നത്. 1946-ൽ പാർട്ടിയുടെ കണ്ണൂർ ടൗൺ കമ്മിറ്റിയുടെ സെക്രട്ടറിയും 1956-ൽ പാർട്ടി ജില്ലാ സെക്രട്ടറിയുമായി. തെളിമയുള്ള രാഷ്ട്രീയവും അദ്ദേഹത്തിന്റെ ജനകീയ ഇടപെടലുകളുമാണ് രാഷ്ട്രീയ എതിരാളികളെ പ്രകോപിപ്പിച്ചത്. അക്കാലത്തെ ആഭ്യന്തരമന്ത്രി കെ കരുണാകരനെ പ്രതിക്കൂട്ടിലാക്കിയ തട്ടിൽ എസ്റ്റേറ്റ് അഴിമതി കേസാണ് അഴീക്കോടന്റെ ജീവനെടുക്കുന്നതിൽ കലാശിച്ചത്. അഴിമതി പുറത്തുകൊണ്ടുവന്ന പത്രപ്രവർത്തകൻ നവാബ് രാജേന്ദ്രനെ പോലീസ് ഭീകരമായി മർദ്ദിച്ചു. അഴിമതിയുടെ തെളിവായുണ്ടായിരുന്ന കത്ത് അഴീക്കോടൻ രാഘവന്റെ കയ്യിലുണ്ടെന്ന് നവാബ് പറഞ്ഞു. കേരള രാഷ്ട്രീയത്തെ ഇളക്കിമറിച്ച സംഭവമായിരുന്നു അത്. ആഭ്യന്തരമന്ത്രിക്കെതിരെയുള്ള അഴിമതി ആരോപണം ചർച്ച ചെയ്യാൻ തൃശൂരിൽ ഒരു വിപുല യോഗം തന്നെ വിളിക്കാൻ ഇടതുമുന്നണി തീരുമാനിച്ചു. 1972 സെപ്റ്റംബർ 23-ന് രാത്രി 10 മണിയോടെ തൃശൂരിൽ ബസ്സിറങ്ങിയ അഴീക്കോടൻ രാഘവൻ താമസ സ്ഥലമായ പ്രീമിയർ ലോഡ്ജിലേക്ക് നടക്കുന്നതിനിടെയാണ് രാഷ്ട്രീയ എതിരാളികൾ അദ്ദേഹത്തെ കുത്തിവീഴ്ത്തിയത്. രക്തസാക്ഷിത്വം എന്ന വാക്കിന്റെ തന്നെ പര്യായമാണ് അഴീക്കോടൻ രാഘവൻ. അടിച്ചമർത്തപ്പെട്ട അടിസ്ഥാന വർഗത്തിനു വേണ്ടിയും അഴിമതിക്കെതിരായും മരണം വരെ പൊരുതിയ അഴീക്കോടനെ കേരളം എങ്ങനെ മറക്കാൻ?